ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നവംബർ 16. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് എടുക്കാൻ പോകുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇത് എൻ്റെ ഈ ക്ലാസ്സുകൾ, അതായത് ഡെയിലി കറണ്ട് അഫയേഴ്സ് വീഡിയോസ് നിങ്ങൾ റെഗുലറായിട്ട് വാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് നല്ല കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. റെഗുലറായിട്ട് കാണുകയും വേണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട്, നോട്ട്സ് തരുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് റിവൈസ് ചെയ്ത് പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്താൽ ഓവറോൾ പേഴ്സൻറ്റേജിനെ അത് ബൂസ്റ്റ് ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് മൊത്തം നിങ്ങളുടെ റാങ്ക് ഒന്ന് ഹൈ ആക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ന്യൂസ്: ഇൻ അവർ ലൈഫ് ടൈം ക്യാമ്പയിൻ ലോഞ്ച്ഡ് ബൈ ഇന്ത്യ അറ്റ് COP27. അപ്പോൾ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 27 വെച്ചിട്ട് ഇൻ അവർ ലൈഫ് ടൈം എന്ന് പറയുന്നൊരു ക്യാമ്പയിനാണ് ഇന്ത്യ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. നാഷണൽ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി അണ്ടർ ദ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് UNDP jointly launched in our lifetime campaign to encourage youth between the ages of 18 to 23 to become message bearers of sustainable lifestyles. അപ്പോൾ ഈ 18 മുതൽ 23 വയസ്സ് വരെയുള്ള യൂത്തിനോട് അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ് ദൗത്യം. അതായത് ഈ ക്യാമ്പയിൻ ചെയ്യുന്നത് യൂത്ത്, അതായത് ഈ 18 മുതൽ 23 വയസ്സ് വരെയുള്ള പ്രായമുള്ള ആൾക്കാരുടെ അടുത്ത് മെസ്സേജ് ബെയറേഴ്സ്, സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽസിൻ്റെ മെസ്സേജ് ബെയറേഴ്സ് ആവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദിസ് ക്യാമ്പയിൻ എൻവിഷൻസ് ടു റെക്കഗ്നൈസ് യൂത്ത് ഫ്രം അറൗണ്ട് ദ വേൾഡ് ടേക്കിംഗ് ക്ലൈമറ്റ് ആക്ഷൻ ഇനീഷ്യേറ്റീവ്സ് ദാറ്റ് റെസൊണേറ്റ് വിത്ത് ദ കോൺസെപ്റ്റ് ഓഫ് ലൈഫ്. അപ്പോൾ ഇൻ അവർ ലൈഫ് ടൈം എന്ന് പറയുന്ന ക്യാമ്പയിനാണ് ഇന്ത്യ ലോഞ്ച് ചെയ്തത് COP27. നമുക്കപ്പോൾ നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. NMDC സ്വീപ്സ് PRCI എക്സലൻസ് അവാർഡ് 2022. അപ്പോൾ NMDC PRCI എക്സലൻസ് അവാർഡ് ബാഗ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്, എടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. PRCI എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് റിലേഷൻസ് കൗൺസിൽ ഓഫ് ഇന്ത്യ. സോ പബ്ലിക് റിലേഷൻസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അവാർഡ് നേടിയിരിക്കുകയാണ് NMDC. അപ്പോൾ നമുക്കതൊന്ന് വായിക്കാം. NMDC bagged the Champion of Champions Award, sweeping the 16th PRCI, അതായത് പബ്ലിക് റിലേഷൻസ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻസ് കോൺക്ലേവ് 2022 to bring home 14 corporate communication excellence awards. The awards were presented at a global communication conclave organized by Public Relations Council of India in Kolkata. അപ്പോൾ കൊൽക്കട്ടയിൽ വെച്ചിട്ടാണ് അത് നടന്നത്. അവിടുന്ന് ഈ എക്സലൻസ് PRCI എക്സലൻസ് അവാർഡാണ് NMDC സ്വീപ്പ് ചെയ്തിരിക്കുന്നത്, നേടിയിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. പവർ സിസ്റ്റം ഓപ്പറേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ഈസ് നൗ ഗ്രിഡ് കൺട്രോളർ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. സോ പവർ സിസ്റ്റം ഓപ്പറേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ഇനി ഗ്രിഡ് കൺട്രോളർ ഓഫ് ഇന്ത്യ ലിമിറ്റഡായി മാറി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ഇന്ത്യാസ് നാഷണൽ ഗ്രിഡ് ഓപ്പറേറ്റർ പവർ സിസ്റ്റം ഓപ്പറേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് POSOCO today announced that POSOCO has changed its name to ഗ്രിഡ് കൺട്രോളർ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അതായത് അവരുടെ പേര് മാറ്റിയിട്ട് ഗ്രിഡ് കൺട്രോളർ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആക്കി മാറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പവർ സിസ്റ്റം ഓപ്പറേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ പുതിയ പേരാണ് ഗ്രിഡ് കൺട്രോളർ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അപ്പോൾ ഗ്രിഡ് കൺട്രോളർ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ പഴയ പേര് ചോദിച്ചാൽ പവർ സിസ്റ്റം ഓപ്പറേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. സത്യജിത് റേ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് വിൽ ബി ഗിവൺ ടു സ്പാനിഷ് ഫിലിം ഡയറക്ടർ കാർലോസ് സൗറ അറ്റ് 53rd IFFI. അപ്പോൾ സത്യജിത് റേ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് കൊടുക്കാൻ പോകുന്നത് സ്പാനിഷ് ഫിലിം ഡയറക്ടർ കാർലോസ് സോറയ്ക്കാണ്. 53rd IFFI ഇവൻറ്റിൽ വെച്ചാണ് അത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതൊന്ന് വായിക്കാം. IFFI 53, the annual film festival will be hosted in Goa from November 20th to 28, 2022. അപ്പോൾ നവംബർ 20-നാണത് തുടങ്ങുക, 28 വരെയാണത് ഉള്ളത് ആ ഫെസ്റ്റിവൽ. സോ ദ ഓസ്ട്രിയൻ ഫിലിം മേക്കർ അൽമ ആൻഡ് ഓസ്കാർ ഡയറക്റ്റഡ് ബൈ ഡയറ്റർ ബെർണർ വിൽ ഓപ്പൺ ദ ആനുവൽ ഫെസ്റ്റിവൽ വൈൽ. അപ്പോൾ ഓപ്പൺ ചെയ്യുക അൽമ ആൻഡ് ഓസ്കാർ എന്ന് പറയുന്ന ഫിലിമാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്, ഡയറ്റർ ബെർണറാണ്. വിൽ ഓപ്പൺ ദ ആനുവൽ ഫെസ്റ്റിവൽ വിത്ത് വൈൽ ക്രിസീസ് ക്രിസ്റ്റോഫ സനൂസി
ക്രിസിസ്റ്റോവ് സനൂസി പെർഫെക്റ്റ് നമ്പർ, അവരുടെ പെർഫെക്റ്റ് നമ്പർ എന്ന് പറയുന്ന ഫിലിമായിരിക്കും ക്ലോസിംഗ് ഫിലിം ഈ ഒരു ഇവൻറ്റിൽ. സോ ഫ്രാൻസ് ഇസ് എ സ്പോട്ട്ലൈറ്റ് കൺട്രി ആൻഡ് 8 ഫിലിംസ് വിൽ ബി സ്ക്രീൻഡ് അണ്ടർ കൺട്രി ഫോക്കസ് പാക്കേജ്. അപ്പോൾ കൺട്രി ഫോക്കസ് പാക്കേജിൽ 8 ഫിലിംസ് ആയിരിക്കും സ്ക്രീൻ ചെയ്യുക. നമുക്കപ്പോൾ നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. DEA ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ്, അതേപോലെ MOHUA അതായത് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്, അതേപോലെ വേൾഡ് ബാങ്ക് ആൻഡ് ദ വേൾഡ് ബാങ്ക് jointly organize a 5-day cities credit worthiness academy workshop. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സും മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ ആൻഡ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സും അതേപോലെ വേൾഡ് ബാങ്ക് ഗ്രൂപ്പും കൂടി ജോയിൻ്റ് ആയിട്ട് 5-day സിറ്റീസ് ക്രെഡിറ്റ് വർത്തിനെസ് അക്കാഡമി വർക്ക്ഷോപ്പ് നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആൻഡ് ദ വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് ആർ ജോയിൻ്റ്ലി ഓർഗനൈസിംഗ് എ 5-day ഫോക്കസ്ഡ് വർക്ക്ഷോപ്പ് ടൈറ്റിൽഡ് സിറ്റീസ് ക്രെഡിറ്റ് വർത്തിനെസ് അക്കാഡമി with the view to create an enabling ecosystem for financing future cities of India. അപ്പോൾ ഇവിടെ 3 മിനിസ്ട്രീസാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ്, പിന്നെ മിനിസ്ട്രി ഓഫ് ഫിനാൻസും കൂടി വരുന്നുണ്ട്. മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, അതേപോലെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സും കൂടിയിട്ട് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സും അതേപോലെ വേൾഡ് ബാങ്ക് ഗ്രൂപ്പും കൂടിയിട്ടാണ് ഒരു 5-day വർക്ക്ഷോപ്പ്. അതിൻ്റെ പേരാണ്, ആ വർക്ക്ഷോപ്പിൻ്റെ പേരാണ് സിറ്റീസ് ക്രെഡിറ്റ് വർത്തിനെസ് അക്കാഡമി എന്ന്. അപ്പോൾ അത് ഓർഗനൈസ് ചെയ്യാൻ പോവുകയാണ്. നമുക്കപ്പോൾ നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ സബ്മിറ്റ്സ് ലോ എമിഷൻ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി അറ്റ് COP27. അപ്പോൾ ഇന്ത്യ ലോ എമിഷൻ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി COP27 വെച്ചിട്ട് ലോ എമിഷൻ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ഇന്ത്യ ഓൺ മൺഡേ സബ്മിറ്റഡ് ഇറ്റ്സ് എ ലോങ് ടേം ലോ എമിഷൻ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി ടു ദ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് during the ongoing 27th Conference of Parties, which is aimed at a rational utilization of national resources with a due regard to energy security. അപ്പോൾ ഇന്ത്യ സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ലോ എമിഷൻ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി അറ്റ് COP27. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ നീഡ്സ് ടു ഇൻക്രീസ് അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ടു 55 billion a year, വേൾഡ് ബാങ്ക്. അപ്പോൾ ഇന്ത്യ നീഡ്സ് ടു ഇൻക്രീസ് അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് $55 billion ഒരു വർഷത്തേക്ക് $55 billion ഇൻക്രീസ് ആവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. $55 billion a year എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇന്ത്യ നീഡ്സ് ടു ഇൻക്രീസ് അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അപ്പോൾ നമുക്കതൊന്ന് വായിക്കാം. ദ റിപ്പോർട്ട് ടൈറ്റിൽഡ് ഫിനാൻസിങ് ഇന്ത്യാസ് ഇൻഫ്രാസ്ട്രക്ചർ നീഡ്സ് കൺസ്ട്രെയിൻസ് ടു കൊമേഴ്ഷ്യൽ ഫിനാൻസിങ് ആൻഡ് പ്രോസ്പെക്ട്സ് ഫോർ policy action estimated that India would need $840 billion over the next 15 years. Currently, the central and state governments finance over 75% of the city infrastructure, while urban local bodies finance 15% through their own surplus revenues. അപ്പോൾ ഇന്ത്യ നീഡ്സ് ഇൻക്രീസ് അർബൺ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് $55 billion എല്ലാ വർഷവും ഇൻക്രീസ് ആവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യാസ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഈസസ് ടു 3-month ലോ ഇൻ ഒക്ടോബർ. അപ്പോൾ ഒക്ടോബറിൽ ഇന്ത്യയുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ കമ്മിയായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് വായിക്കാം. ഇന്ത്യാസ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഈസ്ഡ് ഷാർപ്ലി ടു 6.77% ഓൺ ആനുവൽ ബേസിസ് ഇൻ ദ മന്ത് ഓഫ് ഒക്ടോബർ ഫ്രം 7.41% ഇൻ ദ സെപ്റ്റംബർ 2022. അപ്പോൾ സെപ്റ്റംബർ 2022 കമ്പയർ ചെയ്യുമ്പോൾ ഒക്ടോബറിൽ 7.41 എന്നുള്ളത് സെപ്റ്റംബറിൽ 7.41 ഉണ്ടായിരുന്നത് 6.77 ആയി കമ്മിയായി, അത്രയും പെർസെൻറ്റേജ് ആയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ ഇൻ ഒക്ടോബർ ഈസസ് ടു 8.39%. അപ്പോൾ ഇതിന് മുമ്പ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ ഇൻ ഒക്ടോബർ ഈസ് ചെയ്തിട്ട് 8.39% ആയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് വായിക്കാം. ഹോൾസെയിൽ പ്രൈസ് ബേസ്ഡ് ഇൻഫ്ലേഷൻ ഫോർ ഒക്ടോബർ ഈസ്റ്റ് ടു ഇറ്റ്സ് ലോവസ്റ്റ് ലെവൽ സിൻസ് March 2021, dropping below the double-digit mark for the first time since March of the year 2021. It eased to 8.39% in October from 10.7% in September. അപ്പോൾ 10.7% ആണത് സെപ്റ്റംബറിൽ ഉണ്ടായിരുന്നത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ. അത് ഹോൾസെയിൽ ഇൻഫ്ലേഷൻ ഇപ്പോൾ 8.39% ആയി ഒക്ടോബറിൽ.
സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. തേർഡ് എഡിഷൻ ഓഫ് പാൻ ഇന്ത്യ കോസ്റ്റൽ ഡിഫൻസ് എക്സസൈസ് സീ വിജിൽ 22 ടു കമൻസ് ഇൻ ഇന്ത്യ. അപ്പോൾ സീ വിജിൽ 22 എന്ന് പറയുന്ന പാൻ ഇന്ത്യ കോസ്റ്റൽ ഡിഫൻസ് എക്സസൈസ് ഇന്ത്യയിൽ വെച്ച് നടക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ രാജ്യത്ത് തന്നെ നടക്കും. അതിൻ്റെ 3ാമത്തെ എഡിഷനാണ്. സീ വിജിൽ 22 എന്ന് പറയുന്നത് 3ാമത്തെ എഡിഷനാണ്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ദ എക്സസൈസ് വിൽ ബി അണ്ടർടേക്കൺ അലോങ് ദ എൻറ്റയർ 7,516 കിലോമീറ്റർ കോസ്റ്റൈൻ and exclusive economic zone of India. It will involve all the coastal states and union territories. This exercise was conceptualized in 2018 to validate various measures that have been instituted towards enhancing maritime security since 26/11 terror attack. അപ്പോൾ മാരിടൈം സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ എൻഹാൻസ്മെൻറ്റിനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിഫൻസ് എക്സസൈസായ സീ വിജിൽ എന്ന് പറയുന്ന എക്സസൈസ് കമൻസ് ചെയ്തത്. 2018 അത് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഇത് 3ാമത്തെ എഡിഷനാണ് 2022 നടക്കാൻ പോകുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. UGC ആസ്ക്സ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു അഡോപ്റ്റ് പ്രൊഫസേഴ്സ് ഓഫ് പ്രാക്ടീസ് ഗൈഡ് ലൈൻസ്. അപ്പോൾ UGC യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ടു അഡോപ്റ്റ് പ്രൊഫസേഴ്സ് ഓഫ് പ്രാക്ടീസ് ഗൈഡ് ലൈൻസ് അഡോപ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രൊഫസേഴ്സ് ഓഫ് പ്രാക്ടീസ് ഗൈഡ് ലൈൻസ് അഡോപ്റ്റ് ചെയ്യാൻ യൂണിവേഴ്സിറ്റീസിനോട്, അതായത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോട് പറഞ്ഞിരിക്കുകയാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. University Grants Commission has asked higher education institutions to initiate necessary steps to encourage professionals and industry experts as professors of practice in their institutes. അപ്പോൾ യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷനാണ് ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനീഷ്യേറ്റ് നെസസറി സ്റ്റെപ്സ് ടു എൻഗേജ് പ്രൊഫഷണൽസ് ആൻഡ് ഇൻഡസ്ട്രി എക്സ്പേർട്സ്. പ്രൊഫഷണൽസിനോടും അതേപോലെ ഇൻഡസ്ട്രി എക്സ്പേർട്സിനോടും പ്രൊഫസേഴ്സ് ഓഫ് പ്രാക്ടീസ്, അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പ്രൊഫസേഴ്സ് ഓഫ് പ്രാക്ടീസ് ആയിട്ട് എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇനീഷ്യേറ്റ് ചെയ്ത് തുടങ്ങാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് ഇൻ ലൈൻ വിത്ത് ദ റെക്കമെൻഡേഷൻസ് ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 is to impart holistic and multidisciplinary education in higher education institutions. അപ്പോൾ UGC ask higher education institutions to adopt a professor of practice guidelines. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ജൻജാതീയ ഗൗരവ് ദിവസ് ബീയിങ് സെലിബ്രേറ്റഡ് അക്രോസ് ദ കൺട്രി. അപ്പോൾ ജൻജാതീയ ഗൗരവ് ദിവസ് സെലിബ്രേറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത്. അപ്പോൾ എന്തിനുള്ളതെന്ന് നമുക്കൊന്ന് വായിച്ച് നോക്കാം. പ്രസിഡന്റ് ദ്രൗപദി മുർമു വിൽ പേ ട്രിബ്യൂട്ട്സ് ടു ദ ഭഗവാൻ ബിർസ മുണ്ട അറ്റ് ഉലിഹാട്ടു വില്ലേജ് ഇൻ കുന്തി ഡിസ്ട്രിക്ട് ഓഫ് ജാർഖണ്ഡ് ഓൺ ദ ഒക്കേഷൻ ഓഫ് Janjatiya Gaurav Divas. The Union government has declared 15th November as Janjatiya Gaurav Divas to commemorate the contributions of tribal communities in the nation's history and culture. അപ്പോൾ ഈ ദിവസം എന്തിനാണ് ഒബ്സർവ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈബൽ കമ്മ്യൂണിറ്റീസിൻ്റെ കോൺട്രിബ്യൂഷൻ, നമ്മുടെ രാജ്യത്തേക്കുള്ള കോൺട്രിബ്യൂഷൻസ്, നമ്മുടെ രാജ്യത്തേക്കല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ ഹിസ്റ്ററി ആൻഡ് കൾച്ചറിലേക്കുള്ള അവരുടെ കോൺട്രിബ്യൂഷൻസ് കൊമമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡേ ഒബ്സർവ് ചെയ്യുന്നത്. ജൻജാതീയ ഗൗരവ് ദിവസായിട്ട് 15th നവംബർ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. 17th G20 സമ്മിറ്റ് ബിഗിൻസ് ഇൻ ബാലി, ഇന്തോനേഷ്യ. അപ്പോൾ ബാലി ഇന്തോനേഷ്യയിൽ വെച്ചിട്ട് 17th G20 സമ്മിറ്റാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എത്രാമത്തെ എഡിഷൻ ഓഫ് G20 സമ്മിറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 17th G20 സമ്മിറ്റാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ഡ്യൂറിംഗ് ദ സമ്മിറ്റ് G20 ലീഡേഴ്സ് വിൽ ഡെലിബറേറ്റ് അപ്പോൺ കീ ഇഷ്യൂസ് ഓഫ് ഗ്ലോബൽ കൺസേൺ അണ്ടർ ദ സമ്മിറ്റ് തീം റിക്കവർ ടുഗദർ റിക്കവർ സ്ട്രോങ്ങർ. അപ്പോൾ ഈ വർഷത്തെ തീം G20 സമ്മിറ്റിൻ്റെ തീമാണ് റിക്കവർ ടുഗദർ റിക്കവർ സ്ട്രോങ്ങർ എന്നുള്ളത്. അപ്പോൾ ആ തീമിൻ്റെ ബേസിസിൽ ഈ ഒരു ഡെലിബറേറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. G20 ലീഡേഴ്സ് ഈ കീ ഇഷ്യൂസ് ഓഫ് എ ഗ്ലോബൽ കൺസേൺ ഹൈലൈറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 3 വർക്കിംഗ് സെഷൻസ് വിൽ ബി ഹെൽഡ് ആസ് പാർട്ട് ഓഫ് G20 സമ്മിറ്റ് അജണ്ട. അപ്പോൾ 3 സെഷനൊക്കെയാണ് നടക്കുക. ദീസ് ആർ ഫുഡ് ആൻഡ് എനർജി സെക്യൂരിറ്റി, ഹെൽത്ത് ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ. ഈ 3 വർക്കിംഗ് സെഷൻസ് ആയിട്ടായിരിക്കും നടക്കുക. അപ്പോൾ 17th എഡിഷൻ ഓഫ് G20 സമ്മിറ്റ് ബാലി ഇന്തോനേഷ്യയിൽ വെച്ച് തുടങ്ങിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. BEL DMRC ഇങ്സ് MOU ടു ജോയിൻ്റ്ലി ഡെവലപ്പ് ICBTC. അപ്പോൾ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും
അതേപോലെ DMRC അതായത് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനും ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന CBTC അതായത് ഇൻഡിജീനിയസ് കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ട്രെയിൻ കൺട്രോൾ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എഗ്രിമെൻറ്റ് നടന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. നവരത്ന ഡിഫൻസ് PSU ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് സൈൻഡ് എ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വിത്ത് Delhi Metro Rail Corporation Limited for jointly developing the indigenous communication-based train control system, an important milestone in India's journey towards self-reliance in rail and metro operations. അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് മൈൽ സ്റ്റോൺ ആണ് ഇന്ത്യയുടെ ജേർണി ടുവേർഡ്സ് സെൽഫ് റിലയൻസ്. റെയിൽ ആൻഡ് മെട്രോ ഓപ്പറേഷൻസിൽ സെൽഫ് റിലയൻസിൻ്റെ കാര്യത്തിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ജേർണിയാണ് ഈ പറഞ്ഞത് ICBDC. സോ അത് ജോയിൻ്റ്ലി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ BEL-ഉം അതേപോലെ DMRCയും എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ DMRC ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ചെയർമാനാണ് മനോജ് ജോഷി. അതേപോലെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചെയർമാനാണ് ദിനേഷ് കുമാർ ബത്ര. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ടാറ്റ മോട്ടോഴ്സ് കമിൻസ് സൈൻ MOU ഫോർ നെറ്റ് സീറോ എമിഷൻ വെഹിക്കിൾസ്. അപ്പോൾ ടാറ്റ മോട്ടോഴ്സും അതേപോലെ കമിൻസും ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുകയാണ് ഫോർ നെറ്റ് സീറോ എമിഷൻ വെഹിക്കിൾസിന് വേണ്ടിയിട്ട്. അതായത് കാർബൺ എമിഷൻസ് ഇല്ലാത്ത വെഹിക്കിൾസിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ടു കൊളാബറേറ്റ് ഓൺ ദ ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ലോ ആൻഡ് സീറോ എമിഷൻ പ്രൊപ്പൽഷൻ ടെക്നോളജി സൊല്യൂഷൻസ് ഫോർ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഇൻ ഇന്ത്യ, ഇൻക്ലൂഡിംഗ് ഹൈഡ്രജൻ പവേർഡ് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻസ്, ഫ്യൂൽ സെൽസ് ആൻഡ് ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിൾ സിസ്റ്റംസ്, കമിൻസ് ആൻഡ് ടാറ്റ മോട്ടോഴ്സ് ഹാവ് സൈൻഡ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ്. അതായത് ഈ പറയുന്ന ടൈപ്പ് ഓഫ് വെഹിക്കിൾസിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഈ ഒരു MOU സൈൻ ചെയ്തിട്ടുള്ളത്. അതായത് ഹൈഡ്രജൻ പവേർഡ് ഇൻക്ലൂഡിങ് ഹൈഡ്രജൻ പവേർഡ് ഇൻറ്റർണൽ കമ്പഷൻ എൻജിൻസ്, ഫ്യൂൽ സെൽസ്, അതേപോലെ ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിൾ സിസ്റ്റംസ്, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു എഗ്രിമെൻറ്റ്, അതായത് കമിൻസ് ആൻഡ് ടാറ്റ മോട്ടോഴ്സ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അചന്ത ശരത് കമൽ റിസീവ് ഖേൽ രത്ന അവാർഡ് 2022. അപ്പോൾ അചന്ത ശരത് കമലിന് ഖേൽ രത്ന അവാർഡ് 2022 കൊടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ടേബിൾ ടെന്നീസ് സ്റ്റാർ അചന്ത ശരത് കമൽ ഈസ് സെറ്റ് ടു റിസീവ് ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് ഇൻ 2022 അക്കോർഡിംഗ് ടു ആൻ അനൗൺസ്മെൻറ്റ് ഫ്രം ദ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫെയർസ് ആൻഡ് സ്പോർട്സ്. അപ്പോൾ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫെയർസ് ആൻഡ് സ്പോർട്സ് ആണ് ഈ അനൗൺസ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. ടേബിൾ ടെന്നീസ് സ്റ്റാറായ അചന്ത ശരത് കമലിന് ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് ഹോണർ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എ ടോട്ടൽ ഓഫ് 25 അത്ലീറ്റ്സ് ഇൻക്ലൂഡിംഗ് ഷട്ട്ലേഴ്സ് ലക്ഷ്യ സെൻ, HS പ്രണോയ്, വുമൺ ബോക്സർ നിഖത് സറീൻ, അത്ലീറ്റ്സ് എൽഡോസ് പോൾ, അവിനാഷ് സാബിൾ ഹാവ് ബീൻ നോമിനേറ്റഡ് ഫോർ ദ അർജുന അവാർഡ് ദിസ് ഇയർ. അപ്പോൾ അചന്ത ശരത് കമലിനാണ് ഖേൽ രത്ന അവാർഡ് കൊടുത്ത് ഹോണർ ചെയ്തിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ്, അപ്പോൾ ടേബിൾ ടെന്നീസ് ആണ് അചന്ത ശരത് കമലിൻ്റെ സ്പോർട്ട്. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. 2025 കബഡി വേൾഡ് കപ്പ് ടു ബി ഹോസ്റ്റഡ് ബൈ UK's വെസ്റ്റ് മിഡ്ലാൻഡ്സ് റീജിയൻ. അപ്പോൾ യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ വെസ്റ്റ് മിഡ്ലാൻഡ്സ് റീജിയൻ ആയിരിക്കും 2025 കബഡി വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ദ UK റീജിയൻ വിൽ ബിക്കം ദ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഔട്ട്സൈഡ് ഓഫ് ഏഷ്യ ടു ഹോസ്റ്റ് ദിസ് ഇവൻറ്റ്. അപ്പോൾ ഏഷ്യയുടെ പുറത്ത് ഫസ്റ്റ് ഒരു റീജിയൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഇത് UK റീജിയൻ ഫസ്റ്റ് റീജിയനാണ്. അതായത് ഏഷ്യയുടെ പുറത്ത് ഹോസ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് റീജിയൻ ആയിരിക്കുകയാണ് UK റീജിയൻ ഇതോടുകൂടി. അപ്പോൾ ദ ടൂർണമെൻറ്റ് ഓർഗനൈസ്ഡ് ബൈ ഇംഗ്ലണ്ട് കബഡി, സ്കോട്ടിഷ് കബഡി ആൻഡ് ബ്രിട്ടീഷ് കബഡി ലീഗ് വിൽ ഫീച്ചർ അറ്റ്ലീസ്റ്റ് 16 ടീംസ് മെൻ ആൻഡ് വുമൺ. വേൾഡ് കബഡി ഫെഡറേഷൻ വാസ് ഫൗണ്ടഡ് ഇൻ 2003. അപ്പോൾ വേൾഡ് കബഡി ഫെഡറേഷൻ ഫൗണ്ട് ചെയ്തതൊക്കെ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് പറയുന്നത്. അശോക് ദാസാണ് പ്രസിഡൻറ്റ് ഓഫ് വേൾഡ് കബഡി ഫെഡറേഷൻ ആൻഡ് ഇംഗ്ലണ്ട് കബഡി. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. നേവി കണ്ടക്ട്സ് പ്രസ്ഥാൻ ആൻഡ് ഓഫ് ഷോർ സെക്യൂരിറ്റി എക്സസൈസ് ഓഫ് മുംബൈ. അപ്പോൾ ഇന്ത്യൻ നേവി കണ്ടക്ട് ചെയ്തിരിക്കുകയാണ് പ്രസ്ഥാൻ എന്ന് പറയുന്നൊരു ഓഫ് ഷോർ സെക്യൂരിറ്റി എക്സസൈസ്. സോ നമുക്കതൊന്ന് വായിക്കാം. ദ ഇന്ത്യൻ നേവി കണ്ടക്റ്റഡ് എ സ്ട്രക്ചേർഡ് എക്സസൈസ് ടു ഇവാലുവേറ്റ് ഓർഗനൈസേഷണൽ എഫക്റ്റീവ്നെസ് ഇൻ പ്രൊട്ടക്ടിംഗ് ഓഫ് ഷോർ അസറ്റ്സ് ഓഫ് മുംബൈ ഓൺ ആൻ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ പ്ലാറ്റ്ഫോം
150 kilometer into the sea. The Indian Navy named the exercise പ്രസ്ഥാൻ. അപ്പോൾ പ്രസ്ഥാൻ എന്ന് പറയുന്ന എക്സസൈസ് കണ്ടക്ട് ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ നേവി. അത് സ്ട്രക്ചേർഡ് എക്സസൈസ് ആണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവാലുവേറ്റ് ഓർഗനൈസേഷണൽ എഫക്റ്റീവ്നെസ്, അത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ പ്രൊട്ടക്റ്റിംഗ് ഈ ഓർഗനൈസേഷണൽ എഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് ഷോർ അസറ്റ്സ് ഓഫ് മുംബൈ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എന്താണ് പറയുക എക്സസൈസ്, ഓഫ് ഷോർ സെക്യൂരിറ്റി എക്സസൈസ് മുംബൈയിൽ വെച്ച് നടത്തിയിരിക്കുന്നത്. സോ പ്രസ്ഥാൻ ഈസ് കണ്ടക്റ്റഡ് ട്വൈസ് എ ഇയർ അണ്ടർ ദ ഏജസ് ഓഫ് ഹെഡ് ക്വാർട്ടേഴ്സ് വെസ്റ്റേൺ നേവൽ കമാൻഡ്. അപ്പോൾ പ്രസ്ഥാൻ കണ്ടക്ട് ചെയ്യുന്നത് ട്വൈസ് എ ഇയർ, വർഷത്തിൽ 2 തവണയാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് വെസ്റ്റേൺ നേവൽ കമാൻഡിൻ്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒരു ന്യൂസും കൂടി ഉണ്ട്. സോ ഗൗരവ് ദ്വിവേദി അപ്പോയിൻറ്റഡ് പ്രസാർ ഭാരതി CEO. അപ്പോൾ പ്രസാർ ഭാരതി എന്ന് പറയുന്നത് ദൂരദർശൻ്റെ പാരൻറ്റ് ഓർഗനൈസേഷനാണ്. അപ്പോൾ പാരൻറ്റ് ഓർഗനൈസേഷൻ പ്രസാർ ഭാരതിയുടെ CEO ആയിട്ട് ഗൗരവ് ദ്വിവേദിയെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളപ്പോൾ റെഗുലറായിട്ട് ക്ലാസ്സുകൾ വാച്ച് ചെയ്യുക, റെഗുലറായിട്ട് നോട്ട്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് പഠിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്താൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. ബൈ എവരി വൺ.